ഹലോ. സോ യെസ്റ്റർഡേ വാസ് എ ലാസ്റ്റ് ഡേ ഇൻ പെനാങ്. സോ ഉച്ചയായപ്പോഴത്തേക്കിന് ഞാൻ എല്ലാം കെട്ടും ബാണ്ടോ ഒക്കെ പറക്കി കെട്ടി ഇറങ്ങി. ബിക്കോസ് ദാറ്റ് വാസ് എ ലൈക്ക് മാക്സിമം ടൈം വി ക്യാൻ സ്റ്റേ ദെയർ ആഫ്റ്റർ ചെക്ക് ഔട്ട്. അതിന് ശേഷം ഇഷ്ടംപോലെ സമയം ഉണ്ടായതുകൊണ്ട് വൈകിട്ട് 7:20 ഫ്ലൈറ്റ്. ഞാനവിടെ എൻ്റെ വലിയ ബാഗ് അവിടെ റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ പോയി. ദിസ് വാസ് എ റെസ്റ്റോറൻറ്റ്. ഇറ്റ് വാസ് എ ലൈക്ക് നൈസ് ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്. ഞാൻ വന്ന ദിവസം ഒരു സീ ഫുഡ് ഐറ്റം ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ ഒരു സീ ഫുഡ് ഐറ്റവും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു പോകുന്ന ദിവസം ഒരെണ്ണം വാങ്ങിച്ച് നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഒരു പ്രോൺസിൻ്റെ ഒരു ഐറ്റവും ഒരു കോൾഡ് കോഫിയാണ് വാങ്ങിച്ചത്. കോൾഡ് കോഫി വാസ് ഗുഡ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ടു സ്വീറ്റ്. പ്രോൺസ് അതിന് മുകളിലൊക്കെ എഗ്ഗാണ് കേട്ടോ. ഇറ്റ് വാസ് ഓക്കെ. ഞാൻ പ്രോൺസ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബട്ട് ദെൻ ദിസ് വാസ് ഓക്കെ. ഇറ്റ് വാസ് ലൈക്ക് ടു മച്ച് സോൾട്ട്, ബട്ട് ദെൻ ഓക്കെ. ഞാൻ അത് കഴിച്ചു തീർത്തു. ആ എഗ്ഗ് ഫുള്ള് കഴിച്ചു തീർത്തില്ല, പ്രോൺസ് ഞാൻ കഴിച്ചു തീർത്തു. എന്നിട്ട് ഗ്രാബ് വിളിച്ച് എയർപോർട്ടിലേക്ക്. ഇറ്റ് വാസ് എ ലൈക്ക് വളരെ ഒരു ഒരു യാത്രയായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം നിന്ന സ്ഥലങ്ങളൊക്കെ നോക്കി കണ്ട് പയ്യെ അങ്ങ് എത്തി. എന്നിട്ട് അവിടെ ചെന്ന് കുറച്ചധികം നേരം പോസ്റ്റായിരുന്നു. ബിക്കോസ് ലഗേജ് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു 1.5 hours വെയിറ്റ് ചെയ്തതിന് ശേഷം ബാഗ് ലഗേജ് ചെക്ക് ഇൻ ചെയ്ത് വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് നെക്സ്റ്റ് പോസ്റ്റ്. അവിടെ ഞാനൊരു എനിക്കൊരു 3.5 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ചേരം ഇരിക്കും, കുറച്ചേരം നടക്കും, പിന്നെ ഇരിക്കും, പിന്നെ നടക്കും. അങ്ങനെ അവിടെ കുറേ ഷോപ്സ് ഉണ്ട്. ഞാൻ കുറച്ച് നേരം അതിനകത്തേക്കൊക്കെ ഒന്ന് വായി നോക്കാൻ പോയി. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം കണ്ടു. ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഇവിടെ കുറേ മാഗ്നറ്റ്സും സോനിയേഴ്സും ഒക്കെ ഉണ്ട്. ഇത് നോക്കി, ബുജി ഈ സെയിം കളറാണ് നിലുവിൻ്റെയിലുള്ളത്, ബ്ലൂ. സോ ഐ ഫെൽറ്റ് എ ഫ്ലട്ടർ ഇൻസൈഡ് മൈ ഹാർട്ട്. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. ഇതാണ് ആദ്യത്തെ ഫ്ലൈറ്റ് ടു കോലാലംപൂർ. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെയാണ് ടാസ്ക്. 1 hour നമുക്കുള്ളത് അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ. അത് അടുത്ത ബിൽഡിങ്ങിലാണുള്ളത്. സോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഷട്ടിൽ ബസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് എയറോ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇത് മെയിൻ്റനൻസിന് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ July 1 റീഓപ്പൺ ചെയ്തോളൂ. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. 2 to 3 minutes ഈ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. ഇറ്റ് വാസ് ടു ഫാസ്റ്റ്. പെട്ടെന്ന് കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുന്നേ നമ്മൾ അപ്പുറത്തെ ബിൽഡിങ്ങിലെത്തും. സോ ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ മെട്രോ ഒക്കെ പോയി. അതിനുശേഷം ഇപ്പുറത്ത് വന്നു. ഞാൻ ഫ്ലൈറ്റ് കിട്ടുമോ എന്ന് ടെൻഷൻ അടിച്ച് വന്ന ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇരുന്ന് വെയിറ്റ് ചെയ്യാനുള്ള സമയം വരെ ഉണ്ടായിരുന്നു. അത്ര പെട്ടെന്ന് നമ്മൾ ഇപ്പുറത്തെത്തി. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അധികം വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കണം. ഭയങ്കര തലവേദനയായിരുന്നു. ദെൻ ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരം എടുത്ത് ടേക്ക് ഓഫ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഡിന്നർ വന്നു. ഇറ്റ് വാസ് എ ലൈക്ക് ഹെവി കൈൻഡ് ഓഫ് ഡിന്നറായിരുന്നു. ചോറും ബണ്ണും സാലഡ് വാസ് പെർട്ടിക്കുലർലി നൈസ്. അതും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല, തലവേദന കാരണം. പിന്നെ ഞാൻ വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് ഫോർ ഓബ്വിയസ് റീസൺസ് നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോകണമായിരുന്നു. അതിന് ശേഷം വന്ന് ഇറങ്ങിയപ്പോൾ എന്തൊരു സമാധാനമായിരുന്നു എന്ന് പറയും. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സമാധാനം. അതിനുശേഷം അടുത്തുള്ളൊരു കുഞ്ഞു കടയിൽ കയറി ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചപ്പോഴത്തേക്കും പെനാങ് യാത്ര ഇവിടെ അവസാനിച്ചു. സോ ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. ബൈ.